നമസ്കാരം. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം മാത്രമെന്ന പ്രതിസന്ധി നേരിടുന്ന NDAക്ക് ഇപ്പോൾ രാജ്യസഭയിലും വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. രാജ്യസഭയുടെ ഭരണം പിടിച്ചെടുക്കുവാൻ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഏകദേശം വിജയത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ മോദി സർക്കാരിൻ്റെ അജണ്ടകളും അതുപോലെ തന്നെ സ്വയം പ്രഖ്യാപിത നിയമങ്ങളും പരിപാടികളും അത്ര എളുപ്പത്തിൽ ഇനി നടപ്പാക്കാൻ സാധിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വീറും വാശിയും ഇപ്പോഴും അണയാതെ കത്തി നിൽക്കുമ്പോൾ രാജ്യസഭയിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഭൂരിപക്ഷത്തിനരികെ എത്തിയിരിക്കുകയാണ്. സഭയിൽ NDA സഖ്യത്തിൻ്റെ അംഗസംഖ്യ 101 ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. 4 നോമിനേറ്റഡ് അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായതോടെയാണ് NDAയുടെ ഈ ഒരു അംഗനില ഇപ്പോൾ വീണ്ടും കുറഞ്ഞിരിക്കുന്നത്. ഭൂരിപക്ഷത്തിന് ഇനി 12 പേരുടെ കൂടി പിന്തുണ വേണം. രാകേഷ് സിൻഹ, അതുപോലെ തന്നെ രാം ശക്കൽ, സോണാൽ മാൻസിംഗ്, മഹേഷ് ജംലാനി എന്നീ നോമിനേറ്റഡ് അംഗങ്ങളാണ് ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കി രാജ്യസഭയിൽ നിന്നും വിരമിച്ചിരിക്കുന്നത്. 245 അംഗ സഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 123 MP-മാരുടെ പിന്തുണയാണ്. രാജ്യസഭയുടെ നിലവിലത്തെ അംഗബലം 225 ആയതിനാൽ തന്നെ ഭൂരിപക്ഷ സംഖ്യ 113 ആണ്. എന്നാൽ NDA അംഗബലം 101 മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. BJPക്കുള്ളത് 86 MP-മാരാണ്. JDU 4, NCP അജിത് പവാർ 2, ശിവസേന ഷിൻഡെ വിഭാഗം, അതുപോലെ RLD, PMK, LJP, NPP, RPI-A, UPPL, തൃണമൂൽ കോൺഗ്രസ് M എന്നിവയെല്ലാം 1 വീതം എന്നിങ്ങനെയാണ് മറ്റ് NDA കക്ഷികളുടെ സീറ്റ് നില എന്ന് പറയുന്നത്. അതേസമയം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിനാകട്ടെ 87 MP-മാരുണ്ട്. കോൺഗ്രസ് 26 സീറ്റുകൾ, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് 13, ആം ആദ്മി പാർട്ടി, DMK എന്നിവ 10 വീതം, RJD 5, SP 4, JMM CPM 3 വീതം, CPI NCP ശരത് പവാർ, അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ, മുസ്ലിം ലീഗ് എന്നിവ 2 വീതവും, AGM കേരള കോൺഗ്രസ്, AIDMK സ്വതന്ത്രൻ എന്നിവർ 1 വീതം എന്നിങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നിലവിലുള്ള അംഗബലം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂരിപക്ഷം കുറയുന്നത് എങ്ങനെയാണ് BJPയെ ബാധിക്കുക എന്നതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. ഉപരിസഭയായിട്ടുള്ള രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ ഇനി NDA ഇതര കക്ഷികളെ തുടർന്നും ആശ്രയിക്കേണ്ടതായിട്ട് വരും. നിലവിൽ തങ്ങളുടെ 86 അംഗങ്ങൾക്ക് പുറമെ മറ്റ് NDA സഖ്യകക്ഷികളിൽ നിന്ന് 15 വോട്ടുകൾ BJPക്ക് ലഭിക്കുമെങ്കിൽ കൂടിയും ബില്ലുകൾ പാസ്സാക്കാൻ ഈ 12 പേരുടെ കൂടി പിന്തുണ ആവശ്യമാണ്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 11 സീറ്റും 4 നോമിനേറ്റഡ് സീറ്റും നികത്തപ്പെടുന്നതുവരെ BJPക്ക് ഇതായിരിക്കും രാജ്യസഭയിലെ സ്ഥിതി. എന്നാൽ നിലവിൽ ഇരു സഖ്യത്തിനുമൊപ്പം ഇല്ലാത്ത ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയായിട്ടുള്ള BJD, അതുപോലെ തന്നെ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRP കോൺഗ്രസ് പാർട്ടി, അവരെല്ലാം 9 വീതമാണ്. അതുപോലെ തന്നെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖരൻ റാവുവിൻ്റെ BRS അവർ 7 വീതവും, അതുപോലെ തമിഴ്നാട്ടിലെ മുൻ സഖ്യകക്ഷിയായിട്ടുള്ള AIDMK 4 വീതവും എന്ന രീതിയിൽ ഘടകകക്ഷികളെയാണ് ബില്ല് പാസ്സാക്കാൻ BJP നേരത്തെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ YSRP അതുപോലെ തന്നെ AIDMK കക്ഷികളിൽ നിന്നുള്ള 13 പേരുടെ പിന്തുണ സഭയിലെ ഒഴിവ് നികത്തുന്നത് വരെ BJP തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മുന്നണിയിലില്ലെങ്കിൽ കൂടിയും BJPക്ക് അചഞ്ചലമായിട്ടുള്ള പിന്തുണയാണ് YSRP നൽകി വന്നിരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഡിസംബറിൽ AIDMKയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രത്യക്ഷമായിട്ട് തന്നെ ഒരു വിള്ളൽ വന്നുവന്ന യാഥാർത്ഥ്യം ഇപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJD നേരിട്ട തിരിച്ചടിയെ തുടർന്ന് അവരും BJPയുമായിട്ട് ഇപ്പോൾ വലിയ അകൽച്ചയിലാണ് എന്ന് തന്നെ പറയാം. AIDMKയും അതോടൊപ്പം തന്നെ BJDയും ഇടഞ്ഞു തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ഇനി BJPയെ തുണയ്ക്കുകയുള്ളൂ. രാജ്യസഭയിൽ ആകെ 12 നോമിനേറ്റഡ് അംഗങ്ങളാണ് ഉള്ളത്. സഖ്യകക്ഷികളല്ലെങ്കിലും സർക്കാർ തിരഞ്ഞെടുക്കുന്നതിനാൽ തന്നെ പ്രായോഗികമായിട്ട് അവർ ഭരണകക്ഷിയെയാണ് പിന്തുണയ്ക്കുക. നിലവിൽ NDAക്കൊപ്പം അല്ലെങ്കിലും 4 MP-മാരുള്ള BRSൻ്റെ പിന്തുണയും ഈ ഒരു സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ച് നിർണായകവുമാണ്. എന്നാൽ BJPയുടെ എതിർപക്ഷത്തായിരുന്ന BRS തെലങ്കാനയിലെ തിരിച്ചടിയെ തുടർന്ന് അവരുടെ നിലപാട് മാറ്റുന്ന സൂചനകളാണ് ഈ അടുത്ത നാളുകളിലായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും BJPയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ 20 സീറ്റാണ് നിലവിൽ രാജ്യസഭയിൽ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത്. ഈ വർഷം തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ഉൾപ്പെടെയാണത്. അപ്പോൾ ഇതിൽ മഹാരാഷ്ട്ര, അതുപോലെ തന്നെ അസം, ബീഹാർ എന്നിവിടങ്ങളിൽ 2 സീറ്റുകൾ വീതവും, അതോടൊപ്പം തന്നെ ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ത്രിപുര എന്നിവിടങ്ങളിൽ 1 വീതവുമാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് 4 സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്.
അസം, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് NDA സഖ്യത്തിന് 7 സീറ്റ് വരെ ഉറപ്പിക്കാൻ സാധിക്കും. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ 2 സീറ്റുകൾ കൂടി അവിടെ നിന്ന് ലഭിക്കാനും സാധ്യതകളുണ്ട്. ഒപ്പം YSRPയുടെയും അതുപോലെ തന്നെ നോമിനേറ്റഡ് അംഗങ്ങളുടെയും വോട്ട് കൂടി ലഭിച്ചാൽ NDAക്ക് ഈ ഭൂരിപക്ഷം മറികടക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എന്നാൽ തന്നെയും രാജ്യസഭയിൽ 12ഓളം സീറ്റുകൾ ഒഴിവുണ്ട് എന്നത് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അതിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്താൽ അത് രാജ്യസഭയിലെ NDA മുന്നണിയുടെ കുത്തക അധികം താമസിക്കാതെ തന്നെ അവസാനിക്കുമെന്ന് BJPക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെയായിരിക്കും വരിക. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.